ഒമാനിൽ നിന്നുള്ള ഏക മലയാളി ഹജ്ജ് സംഘം വിശുദ്ധ കർമ്മം പൂർത്തിയാക്കി മസ്കത്തിൽ തിരിച്ചെത്തി. ഇന്ന് രാവിലെ 11 മണിയോടെ മസ്കത്ത് വിമാനത്താവളത്തിലെത്തിയ സംഘത്തെ മസ്കത്ത് സുന്നി സെന്റർ കമ്മിറ്റി ഭാരവാഹികളും ബന്ധുക്കളും ചേർന്ന് വരവേറ്റു. ഈ വർഷം 52 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. മനമറിഞ്ഞ് ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മസംതൃപ്തിയിലാണ് 52 അംഗ മലയാളി സംഘം മസ്കത്തിൽ തിരിച്ചെത്തിയത്. മസ്കത്ത് സുന്നി സെന്ററിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും സേവനങ്ങളും ശ്ലാഘനീയമായിരുന്നുവെന്നും ഹാജിമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. മെയ് 28-നാണ് സംഘം യാത്ര തിരിക്കുന്നത്. ഒമാൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ മസ്കത്ത് സുന്നി സെന്ററാണ് ഹജ്ജ് യാത്ര സംഘടിപ്പിച്ചത്. ഈ വർഷം 52 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് ഇത്രയും മലയാളികളുമായി യാത്രാ സംഘം ഹജ്ജിന് പുറപ്പെടുന്നത്. ഈ വർഷം മലയാളികൾ മാത്രമായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഒമാൻ മതകാര്യ മന്ത്രാലയം ഹജ്ജ് യാത്രക്കുള്ള നടപടികൾ ആരംഭിച്ചതു മുതൽ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ സഹായങ്ങളും സുന്നി സെന്റർ നൽകിയിരുന്നു. ഹജ്ജിനായി യാത്രക്കാരെ ഒരുക്കാനായി 5 ദിവസത്തെ പഠന ക്ലാസും 1 ദിവസത്തെ ഹജ്ജ് ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ഈ വർഷം 14,000 ആയിരുന്നു ഒമാൻ്റെ ഹജ്ജ് കോട്ട. ഇതിൽ 13,530 സ്വദേശികൾക്കാണ് അവസരം ലഭിച്ചിരുന്നത്. ബാക്കിയുള്ള 470 കോട്ടയാണ് വിദേശികൾക്കുള്ളത്. ഇതിൽ 235 അറബ് രാജ്യങ്ങൾക്കുള്ളവർക്കും ബാക്കി 235 എല്ലാ രാജ്യക്കാരുമായ വിദേശികൾക്കുമാണ് ഉണ്ടായിരുന്നത്. മീഡിയ 1 മസ്കത്ത്.